അമേരിക്കയെ വിറപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു കൂട്ടവെടിവയ്പ് നടന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കാലിഫോർണിയയിലാണ് ഈ വിഷയം നടന്നിരിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പിറന്നാൾ പാർട്ടിയിലാണ് ഈ വെടിവയ്പ് ഉണ്ടായിരിക്കുന്നത്. 2 കുട്ടികൾ ഉൾപ്പെടെ 4 പേർ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കാലിഫോർണിയയുടെ സ്റ്റോക്ടൺ പ്രദേശത്ത് നടന്ന വെടിവയ്പിൽ 4 പേർ മരിക്കുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത്. പിറന്നാൾ പാർട്ടിക്കിടെ അപ്രതീക്ഷിത വെടിവയ്പ്പാണ് ഉണ്ടായത്. മരിച്ചവരിൽ 2 കുട്ടികളും ഉൾപ്പെടുന്നു. പരിക്കേറ്റവരെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നു. ലക്ഷ്യം വെച്ചുള്ള കൊലപാതകമാണെന്നാണ് സംശയം എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. വെടിവയ്പിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 4 പേർ മരിച്ചതായി സാൻ ജോക്വിൻ കൗണ്ടി ഷെരീഫ് ഔദ്യോഗിക വിവരം നൽകിയിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ആളുകളെ ലക്ഷ്യം വെച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് സംശയിക്കുന്നു. സ്റ്റോക്ടൺ ഡെപ്യൂട്ടി മേയർ ജേസൺ ലീ മുഴുവൻ കാര്യത്തിലും അനുശോചനം രേഖപ്പെടുത്തുകയും ഉന്നത അധികാരികളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് പറയുകയും ചെയ്തു. സംഭവ സ്ഥലത്തേക്കുള്ള റോഡ് പോലീസ് അടച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മാസം അമേരിക്കയിലുണ്ടായ വെടിവയ്പിൽ 6 പേർ മരിച്ചിരുന്നു എന്നുള്ളതും വേറൊരു റിപ്പോർട്ടാണ്. അമേരിക്കയിലെ മിസിസിപ്പിയിലെ ഡെൽറ്റ പ്രദേശത്ത് ഒരു വെടിവയ്പ് നടന്നിരുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. 2 വ്യത്യസ്ത വെടിവയ്പിൽ 6 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ലൈലാൻഡ് നഗരത്തിൽ ഒരു ഹൈസ്കൂൾ ഫുട്ബോൾ ഹോക്ക് കമ്മിങ് ഗെയിമിന് ശേഷം ഒരു വെടിവയ്പും ഉണ്ടായി. അതിൽ 4 പേർ കൊല്ലപ്പെട്ടു. രണ്ടാമത്തെ സംഭവം ഹെൻബർഗ് നഗരത്തിലാണ് നടന്നത്. ഹൈസ്കൂൾ ഹോം കമ്മിങ് വാരാന്ത്യത്തിൽ സ്കൂൾ പരിസരത്ത് നടന്ന വെടിവയ്പിൽ 2 പേർ കൊല്ലപ്പെട്ടു. അമേരിക്കയിൽ അങ്ങനെ വെടിവയ്പ് ഒരു സ്ഥിരം സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയെ വിറപ്പിച്ചുകൊണ്ടാണ് നിലവിലെ, അതായത് ഇന്നത്തെ ദിവസം ബർത്ത്ഡേ പാർട്ടിക്കിടെ ഒരു വെടിവയ്പ് ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.